നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പൊട്ടന്മാരെ നമുക്ക് പറഞ്ഞ് തിരുത്താനാവും, പക്ഷെ പൊട്ടം കളിക്കുന്നവരെ തിരുത്താനാവില്ല. പെട്രോൾ അടിക്കാൻ കാശുള്ളവർ വാങ്ങിയാൽ മതി പെട്രോള് എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ IPS കേന്ദ്രമന്ത്രി നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലൂടെ പുറത്തുകയാണെന്ന് തോന്നുന്നു, വീട്ടിൽ സാമ്പാറും മീനുമൊക്കെ വച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു, ഒരു അനക്കവും ഇല്ല. അപ്പോഴതാ വരുന്നു നമ്മുടെ സിനിമാക്കാരനായ കേന്ദ്രമന്ത്രി തമ്പ്രാൻ. റോഡുകൾ വികസിച്ചാൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ പകുതി സമയം കൊണ്ട് എത്താനാവും. അപ്പോൾ പെട്രോളിൻ്റെ വില കുറഞ്ഞതായി തോന്നുമത്രേ. അതാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തം. പെട്രോൾ ഇങ്ങനെ കുതിച്ച് കയറുകയാണല്ലോ. പണ്ട് 50 പൈസ പെട്രോളിന് കൂട്ടിയതിന് ഭാരത് ബന്ദ് നടത്തിയ നാടാണ്. ഇപ്പോൾ ദിവസം 3 രൂപ 5 രൂപ 8 രൂപ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നു. ഗ്യാസ്, ഇദ്ദേഹമാണല്ലോ ഗ്യാസിൻ്റെ മന്ത്രി, ഈ സിനിമാ മന്ത്രിയല്ല, സിനിമാക്കാരനായ മന്ത്രി. ഗ്യാസിൻ്റെ വില ഇങ്ങോട്ടും നിങ്ങൾ വേറെ വഴികൾ നോക്കൂ. അതായത് വിറവ് തൊണ്ട് ഒക്കെ നോക്കിക്കോളൂ. എന്നെപ്പോലുള്ള പണച്ചാക്കുകൾ, ബ്ലാക്ക് മണിയും വൈറ്റ് മണിയായിട്ട് കുറേ കാശുള്ളവന്മാർ മാത്രം ഗ്യാസ് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പ്രകൃതിവാതക മന്ത്രിയാണ്. ഏതാനും ദിവസങ്ങൾക്കും വീഴും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റോഡ് വികസിച്ചാൽ കാറുകൾക്ക് വേഗത കൂടുമല്ലോ. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് എത്താനുള്ള വണ്ടി 3 മണിക്കൂർ കൊണ്ട് എത്തിയാൽ അത്രയും പെട്രോൾ ലാഭം എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഗണിത സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർ തൻ്റെ കാൽക്കുലേഷൻ തെറ്റാണെന്ന് പറയില്ല എന്നും അദ്ദേഹം പറയുന്നു. വിവരമില്ലാത്ത പൊട്ടന്മാർ മാത്രമേ എന്നെ പറയുള്ളന്നേ. ഗണിത സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർ അന്നന്നേക്കുള്ള വക തേടി പെയിൻ്റ് അടിക്കാനും ഇലക്ട്രിക് പണിക്കും കൊത്തപ്പണിക്കുമൊക്കെ പോകുന്നവനൊന്നും ഈ തമ്പ്രാൻ പറയുന്നത് മനസ്സിലാവില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതുകൊണ്ട് എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. അത്രയും ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, തല നിറയെ ബുദ്ധിയാണ്. തൃശ്ശൂരിൽ നിന്നും തലസ്ഥാനത്തെത്താൻ ഇപ്പോൾ 9-10 മണിക്കൂർ എടുക്കുന്നു. റോഡ് പണി കഴിയുമ്പോഴേക്ക് പകുതി സമയത്ത് എത്തുമത്രേ. അതായത് 10 മണിക്കൂർ എന്നുള്ള 5 മണിക്കൂർ കൊണ്ട് വായു ഗുളിക്ക് പോകുന്ന പോലെ, വായു ഇല്ലാതെ അമ്മ കിടന്ന് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ് വായു ഗുളിക്ക് പോകും പോലെ 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പെട്രോൾ വില കുറയുന്നതിന് സമാനമായ പ്രതീതി സൃഷ്ടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം സാങ്കല്പികമാണ്. പണ്ട് കാളവണ്ടിയും കൊണ്ട് നടന്നതാണ്. ഒരു ഗ്യാസ് കുറ്റിയും കയറ്റിക്കൊണ്ട് തിരുവനന്തപുരം മുഴുവൻ കാളവണ്ടിയും കൊണ്ട് നടന്നതാണ്. മറ്റേ മഞ്ഞൾ ശോഭ എന്നൊക്കെ പറഞ്ഞവർ. അവർ അധികാരത്തിൽ കയറിയപ്പം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ചെയ്യുന്ന പോക്കൃത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇയാളെയൊക്കെ എന്താ വിളിക്കേണ്ടതെന്ന് ഈ പ്രോഗ്രാം കാണുന്നവർക്ക് വിടുന്നു, ഞാൻ പറയില്ല. പണ്ടൊരു പൊട്ടം പറഞ്ഞത്, അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച് ഇവിടെ വിലയിൽ അല്പം കൂടും. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കുറേ പ്രാവശ്യം കണ്ടു നോക്കിയത്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച്, അന്താരാഷ്ട്ര ലെവലിൽ കൂടുന്നതനുസരിച്ച്, അല്ല വില കുറയുന്നതിനനുസരിച്ച് ഇവിടെ വില അല്പം കൂടും. അതൊരു പ്രശ്നമാണോ എന്നാണ് ആ മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചത്. അധികാരം തലയ്ക്ക് നന്നായിട്ട് പിടിക്കുന്നവന്മാരെ ഇതുപോലെയൊക്കെ പറയുള്ളൂ. യവന്മാരെയൊക്കെ എന്ത് വിളിക്കണമെന്നുള്ളത് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വിടുന്നു. സത്യം, എനിക്കിന്ന് ഈ സിനിമാക്കാരനായ കേന്ദ്രമന്ത്രി ഫാൻസി ഡ്രസ്സ് ഇട്ട് നടക്കുന്നില്ലേ, ഇവിടെ കറുപ്പ് ഇവിടെ വെള്ള എന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ, അയാളെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛം തോന്നി. എന്ത് മാന്യനായിരുന്നു എന്നറിയോ, സാധുവായിരുന്നു. എല്ലാവരും സിനിമാക്കാർ മുകേഷിനെയൊക്കെ പോലുള്ളവർ കളിയാക്കിയ പോലും അറിഞ്ഞൂടാത്ത ഒരു പൊട്ടനായിരുന്നു. ഇപ്പോൾ സിനിമാക്കാരനായപ്പം ഭയങ്കര ബുദ്ധിജീവി കളിക്കുകയാണ് പുള്ളി. സാധാരണക്കാരൻ്റെ സാധാരണക്കാർ ഇപ്പോൾ 2-3 ദിവസം മുമ്പ് നോക്കുമ്പോൾ സ്റ്റേജിലിരുന്നു കൊണ്ട് അപ്പുറം ഇരിക്കുന്നവരെ പോലും മൈൻഡ് ചെയ്യാതെ സ്റ്റേജിലിരുന്നുകൊണ്ട് മിനറൽ വാട്ടർ തുറന്ന് കൈ കഴുകുന്നു. അവിടെ ഇരുന്നു ആ കസേര നീക്കിയിട്ടിട്ട് അവിടെ ഇരുന്ന് തൂറാത്തത് ഭാഗ്യമായി. അപ്പോൾ അപ്പുറത്തിരിക്കുന്നൊരു വയസ്സായ മനുഷ്യൻ നോക്കുന്നു, ഇവ എന്ത് ചെയ്യുന്നു. നിങ്ങൾ ആലോചിച്ചു, ഒരു കേന്ദ്രമന്ത്രിയാണ് സ്റ്റേജിലിരുന്നിട്ട്, സദസ്സിലല്ല സ്റ്റേജിലിരുന്നിട്ട് അപ്പുറം ഇപ്പുറം ഇവിടെ ഒരു സ്ത്രീ, ഇവിടെ ഒരു വയസ്സായ മനുഷ്യരിക്കും മിനറൽ വാട്ടർ എടുത്ത് അവിടെ ഇരുന്നുകൊണ്ട്. എനിക്കൊന്ന് വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതാണ് പ്രശ്നം. വീട്ടിൽ ആഹാരം കഴിച്ച് വെളിക്കിറങ്ങി അകത്ത് വെള്ളമില്ലെങ്കിൽ ഇറയത്തോന്നിരുന്ന് പൃഷ്ഠം കഴിവുമെന്ന് തോന്നുന്നു. ഒന്നും നമ്മൾ പറഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ആ ഇളയ ചെറുക്കൻ ചിലപ്പോൾ തള്ളക്കി വിളിക്കും എന്നെ. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് വിടുന്നു. നിങ്ങൾ കണ്ടിട്ട് എൻ്റെ ധാർമ്മിക രോഷം കൊണ്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ.
നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്ന കാക്കു എന്നോട് പറഞ്ഞു, തുടരെ ശാന്തിയുള്ള സ്പീക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ ഹിറ്റുകളുടെ കഥ ഇതൊന്നും ഇപ്പോൾ കുറേ ദിവസമായിട്ട് വരുന്നില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, സിനിമാ രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അപ്പം നമുക്ക് ശാന്തിയുള്ള സ്പീക്കിംഗ് ആയിരിക്കും കൂടുതൽ വരുന്നത്, എന്നാലും നമുക്ക് നോക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, ശാന്തിയുള്ള സ്പീക്കിംഗ് ആണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് 2 എപ്പിസോഡ് എന്തോ പോയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പറയുന്നത് ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ എന്നുള്ള നമ്മുടെ പഴയ ഒരു സെഗ്മെൻ്റ് ഉണ്ടല്ലോ ഈ ചിത്രത്തിന് പിന്നിൽ, അതിലെ ഒരു കഥയാണ് പറയുന്നത്. ദിനേശ, ബാലചന്ദ്രനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാണ്. എന്നാലും ഞാൻ പറയുന്നു, ഇനി നീ ബാലചന്ദ്രൻ്റെ കൂടെ മറ്റൊരു പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യരുത്. അവൻ വിളിച്ചാൽ ഞാനിനിയും അവൻ്റെ സിനിമകളിൽ അഭിനയിക്കും, പക്ഷേ നീ പോകരുത്. മറ്റൊരു സിനിമ സെറ്റിൽ ബാലചന്ദ്രനോടൊപ്പം നിന്നെ കണ്ടാൽ ഞാൻ നിന്നെ ചിലപ്പോൾ അവിടെ വച്ച് തല്ല് തന്നു വരും. എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചില്ല. എന്ത് ചേട്ടാ അങ്ങനെ പറയാൻ കാര്യം എന്ന് ഞാൻ ചോദിച്ചില്ല. പോവില്ല ചേട്ടാ. ഇതാരോട് പറഞ്ഞെന്നറിയോ? ജഗദീഷ് ശ്രീകുമാറിനോട്. ഷൊർണൂരിലെ വരിക്കാശ്ശേരി മനയിൽ വെച്ച് ഞാൻ അമ്പിളിച്ചേട്ടന് വാക്ക് കൊടുത്തു, ഇനി താങ്കൾ പറയുന്ന താങ്കളുടെ സഹപാഠിയായ ബാലചന്ദ്രൻ്റെ ഒരു സിനിമയിലും ഞാൻ വർക്ക് ചെയ്യില്ല എന്ന്. ഞാൻ ആ വാക്ക് പാലിച്ചു. ആ കഥ ഞാൻ ഇതുവരെ എങ്ങും പറഞ്ഞിട്ടില്ല, ഇവിടെയാണ് ആദ്യമായിട്ട് പറയുന്നത്. എന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള ആളായിരുന്നു അമ്പിളിച്ചേട്ടൻ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ വളർന്നില്ല എന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ അമ്പിളിച്ചേട്ടന് വരിക്കാശ്ശേരി മനയിൽ വെച്ച് കൊടുത്ത വാക്ക് ഞാൻ അക്ഷരം പ്രതി പാലിച്ചു. അമ്പിളിച്ചേട്ടൻ്റെ സഹപാഠി ബാലചന്ദ്രൻ എന്ന ബാലു കുര്യത്തിനോടൊപ്പം ഒരേ ഒരു സിനിമയിലേ ഞാൻ വർക്ക് ചെയ്തുള്ളൂ. ബെൻഡർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി, തിലകൻ ചേട്ടൻ നായകനായ സിനിമ. പടം ഫസ്റ്റ് കോപ്പിയായി. തിയേറ്ററിൽ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടി കണ്ടു സെൻസറിങ്ങിന് മുമ്പ്. പിരിയാൻ നേരം ഞാൻ ബാലുച്ചേട്ടനോട് പറഞ്ഞു, ബാലുച്ചേട്ടാ, എന്നെ ഈ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറാക്കിയതിന് ഒരുപാട് സന്തോഷം. ഒരു അസിസ്റ്റൻ്റ് ആകാൻ അവസരം ചോദിച്ച് ഞാൻ വന്നപ്പോൾ 12 വർഷം എഴുതി പഠിച്ച് കയ്യക്ഷരം നന്നാക്കിയിട്ട് വരാൻ പറഞ്ഞ ആളാണ് ബാലുച്ചേട്ടൻ. 12 വർഷം കഴിഞ്ഞ് എന്നെ എൻ്റെ വീട്ടിൽ വന്ന് കണ്ട് അഡ്വാൻസ് നൽകി അസോസിയേറ്റായി കൂട്ടിയ നിങ്ങളുടെ വലിയ മനസ്സിന്, അല്ലെങ്കിൽ വലിയ മനസ്സിൻ്റെ ഉടമയാണ് അങ്ങ്. അത് മതി, ഇനി എന്നെ ഒരു പടത്തിനായി വിളിക്കരുത്. എന്തു പറ്റി? ബാലുച്ചേട്ടൻ ചോദിച്ചു. ഒന്നും പറ്റാതിരിക്കാൻ, നമ്മുടെ സഹോദര സ്നേഹം എന്നും നിലനിൽക്കാൻ, അത് മതി, ഇനി ഞാനില്ല. ആ വാക്ക് ഞങ്ങൾ 2 പേരും പാലിച്ചു. അതിനുശേഷം അദ്ദേഹം കുറേ സിനിമ ചെയ്തല്ലോ. ഒരു വർക്കിനും ദിനേശ എൻ്റെ പടം ഒന്ന് അസോസിയേറ്റ് ചെയ്യണേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചെന്ന് ചേട്ടാ വർക്കൊന്നുമില്ല, എന്നെ കൂടെ വയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുമില്ല. ഇന്നും ഞങ്ങളുടെ സഹോദര സ്നേഹം നല്ല ഭംഗിയായി നിലനിൽക്കുന്നു. ഇപ്പോഴും അമ്പിളിച്ചേട്ടനും ബെൻഡർ ഡാനിയലിന് ശേഷം ബാലുകിര്യത്ത് സംവിധാനം ചെയ്ത ഒരു സിനിമകളിലും ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇതൊക്കെ ഞാൻ ഓർത്തത് ഇന്നലെ എനിക്ക് ആരോ ഒരാൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പഴയ ഒരു ചിത്രം അയച്ചു തന്നു. ഞാനതിനെ എൻ്റെ സുഹൃത്തിൻ്റെ കൊടുത്ത് AI സംവിധാനത്തിൽ കളറിൽ ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് അതിശയമായിപ്പോയി. ആ പടം കളറായി കിട്ടിയപ്പോൾ അപ്പം തന്നെ ആ പടത്തിൻ്റെ ഒരു കോപ്പി ബാലുച്ചേട്ടന് ഞാൻ അയച്ചു കൊടുത്തു. പിന്നാലെ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് ആ പടത്തെപ്പറ്റിയും അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ സിനിമ തകില് കൊട്ടാമ്പറത്തെപ്പറ്റിയും ഒക്കെ ഒരുപാട് നേരം സംസാരിച്ചു. കഴിഞ്ഞ മാസം
അദ്ദേഹത്തിൻ്റെ അനുജനും പ്രശസ്ത തിരക്കഥാകൃത്തുമായ രാജൻ കിരിയത്തിൻ്റെ മകളുടെ വിവാഹം നടന്നു. അതിന് ഞാൻ പോയിരുന്നു. അപ്പോഴും ബാലുച്ചേട്ടനെ നേരി കണ്ടിരുന്നു. അതിനും കുറച്ച് നാൾ മുമ്പ് ബാലുച്ചേട്ടൻ്റെ മകൻ്റെ വിവാഹത്തിനും ഞാൻ ചെന്നിരുന്നു. എൻ്റെ മകൻ്റെ പേരും ബാലുച്ചേട്ടൻ്റെ മകൻ്റെ പേരും ഭരത് എന്നായത് യാദൃച്ഛ്യമായിരിക്കാം. 1994 വെണ്ട ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്, റിലീസും. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സിനിമകളിലൊന്നാണ് വെണ്ട ഡാനിയൽ. ചിത്രീകരണത്തിനായി ഷൊർണൂർക്ക് പോകുമ്പോൾ സിന്ധു പൂർണ്ണ ഗർഭിണിയായിരുന്നു. അതുവരെയുള്ള ചെക്കപ്പുകളെല്ലാം നടത്തിയിട്ടാണ് ഞാൻ ഷൊർണൂർക്ക് പോയത്. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ശാന്തമ്മ മാത്യു ആണ് സിന്ധുവിൻ്റെ പ്രസവ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെങ്കിലും അവർക്ക് സ്വകാര്യമായ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു വീട്ടിൽ. 6-7 മാസമായപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് ശാന്തമ്മ മാത്യു എന്നോട് പറഞ്ഞു. ചെയ്തു. സ്ക്രീനിൽ കുഞ്ഞിനെ കാണണോ എന്ന് അവർ സന്തോഷത്തോടെ തിരക്കി. വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. സ്കാൻ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഡോക്ടർ തിരക്കി, മിസ്റ്റർ ദിനേശ്, മോളെയാണോ മോനെയാണോ ഇഷ്ടം? ഒന്നും ആലോചിക്കാതെ ഞാൻ പറഞ്ഞു മോളെ. അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി. എന്നാൽ ആഗ്രഹം പോലെ തന്നെ കേട്ടോ, മകളാണ്. മടങ്ങുന്ന വഴി ഞാൻ സിന്ധുവിനോട് പറഞ്ഞു, നമ്മുടെ മോൾക്ക് അഭിരാമി എന്ന് പേരിടാം. സിന്ധുവിനും സമ്മതം. അന്ന് എനിക്ക് കാറും സ്കൂട്ടറൊന്നുമില്ല, ആട്ടോയിലാണ് യാത്ര. വെണ്ട ഡാനിയലിന് പോകുന്നതിന് മുമ്പ് അവസാനവട്ട ഒരു ചെക്കപ്പ് നടത്തി. 9 മാസമായി. അപ്പോഴാണ് അറിയുന്നത് പൊക്കിൾക്കൊടി കാലിലെന്തോ ചുറ്റിയോ മറ്റോ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്കൊന്നുകൂടി സ്കാൻ ചെയ്യണമെന്നായി ഡോക്ടർ. ഓക്കെ, ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അന്നും ഡോക്ടർ തിരക്കി. പൂർണ്ണ വളർച്ചയെത്തിയ ദിനേശിൻ്റെ മോളെ കാണണ്ടേ? വേണ്ട, അവൾ ഇങ്ങി വന്നിട്ട് കാണാം എന്ന് ഞാൻ ഉത്തരം കൊടുത്തു. എന്തോ എനിക്കങ്ങനെ കാണണമെന്നില്ലായിരുന്നു. സ്കാനിങ് കഴിഞ്ഞിറങ്ങി വന്ന ഡോക്ടർക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ ഒരു ചെറിയ ചമ്മൽ പോലെ. പിന്നെ കുഞ്ഞ് നമ്മളെ ശരിക്കും പറ്റിച്ചു കേട്ടോ. മോളല്ല, മോനാണ്. സമ്മതം. മോനായാലെന്താ മോളായാലെന്താ, നമുക്കെല്ലാം സമ്മതം. അഭിരാമി എന്ന് എൻ്റെ മകൾക്കിടാനിരുന്ന പേര് എൻ്റെ അടുത്ത പരിചിതനായ ഒരാൾ ബി-ട്രാക്ക് സ്റ്റുഡിയോയിലുണ്ട്, തങ്കപ്പൻ. വൈകി വിവാഹം കഴിച്ച അദ്ദേഹത്തിന് ജനിച്ച മകൾക്ക് അഭിരാമി എന്ന പേരിട്ട് ഞാൻ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ വർക്കിനായി ഷൊർണൂർക്ക് യാത്രയായി. ഷൂട്ടിംഗ് ക്രൂ എല്ലാം ഷൊർണൂർ ടി ബിയിലും അവിടെയുള്ള കൊച്ചു കൊച്ചു ലോഡ്ജുകളിലും ചെറുതുരുത്തി ടി ബിയിലും ചില ഹോട്ടലുകളിലും ഒക്കെ ആയിട്ടാണ് സിനിമയുടെ മൊത്തം ആൾക്കാർ താമസിക്കുന്നത്. പതിവ് പോലെ ഞാനൊരിടത്തും ഷൂട്ടിംഗ് ക്രൂ താമസിക്കുന്നിടത്ത് താമസിക്കില്ല, ഒറ്റയ്ക്കല്ലേ താമസിക്കും. പതിവ് പോലെ ഞാൻ അവരിൽ നിന്നെല്ലാം മാറി ഷൊർണൂരുള്ള ശ്യാം ടൂറിസ്റ്റ് ഹോം എന്ന ടൂറിസ്റ്റ് ഹോമിൽ താമസമായി. അവിടുത്തെ രസം എന്താണെന്ന് ചോദിച്ചാൽ 4 മുറികളേ ഉള്ളൂ ആകെ. 2ാമത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് മൊത്തം കടകളാണ്. അപ്പോൾ 4 മുറി, ആകെപ്പാട് 4 മുറിയേ ഉള്ളൂ. 1ാമത്തെ മുറി തിലകൻ ചേട്ടൻ, 2ാമത്തെ മുറി ജഗതി ശ്രീകുമാറിന്, 3ാമത്തെ മുറി വന്നു പോകുന്ന ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വരുന്ന സണ്ണി, കൊല്ലം തുളസി അങ്ങനെയൊക്കെയുള്ളവർക്ക് താമസിക്കാനായിട്ട് 3ാമത്തെ മുറി, 4ാമത്തെ മുറി എനിക്ക്. താഴെ ഞാൻ പറഞ്ഞല്ലോ കടകളാണ്. 1ാമത്തെ നിലയിൽ നിന്നും പടിക്കെട്ട് ഇറങ്ങി വരുന്നിടത്ത് ഒരു ചെറിയ തട്ടുകടയുണ്ട് രാവിലെ. അവിടുത്തെ കുട്ടിദോശയും ചമ്മന്തിയും നല്ല രുചിയൂറുന്ന സ്വാദിഷ്ടമായ ദോശയും ചമ്മന്തിയാണ്. ചിന്തിച്ചാൽ എന്താ പറയുക, എനിക്ക് അപ്പം തന്നെ നാവിൽ രുചിയൂറും. രാവിലെ റെഡിയായാലുടൻ
ഞാനും ജഗതി ചേട്ടനും അവിടുന്ന് ദോശയും ചമ്മന്തിയും ചായയും കഴിച്ചിരിക്കും എന്നും. തിലകൻ കഴിക്കാറില്ല. അത് അവിടെ ഇരുന്ന് ഈ തട്ടുദോശ കഴിക്കുന്നത്, റോഡിൽ ഇരുന്ന് കഴിക്കുന്നത് ഒരു കുറച്ചിൽ പോലെ പുള്ളിക്കൊരു തോന്നൽ, വേണ്ടാന്ന് പറയും. ജഗതി പറഞ്ഞ ഒരു കമൻറ്റ് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴകുന്നു. ഉത്സവപ്പറമ്പിൽ നാടകം കളിച്ച് നടന്ന കാലത്ത് പട്ടച്ചാരയവും വളിച്ച ഇഡ്ഡലിയും പുളിച്ച സാമ്പാറും കഴിച്ചിരുന്നത് ഇത് ഞാൻ മറന്നുപോയി. ഒഴി അനിയ ഒരു സിംഗിൾ ഓംലെറ്റ് 2 എന്ന് അവരെ വിളിച്ച് ഈ ഡയലോഗിൻ്റെ കൂടെ ചേർത്തൊക്കെ പറയും. ഇത് ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഒഴി അനിയ 2 സിംഗിൾ ഓംലെറ്റ് എന്ന് പറയും. തിലകനും ജഗതിയുമായുള്ള ഒരു സീൻ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്യാം ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് എനിക്കൊരു അറിയിപ്പ് വന്നു. അന്ന് മൊബൈൽ വന്നിട്ടില്ല. സിന്ധു പ്രസവിച്ചു, സിസേറിയനായിരുന്നു, ആൺകുഞ്ഞാണ്. വല്ല വിധേനയും പാക്കപ്പ് വരെ നിന്നിട്ട് ഒരു ദിവസം കടം വാങ്ങി കിട്ടിയ ട്രെയിനിൽ കയറി കേരളോദി പേപ്പർ നിലത്ത് വിരിച്ച് ടോയ്ലറ്റിൻ്റെ അവിടെ ഞാൻ അതിൽ കുത്തിയിരുന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. രാത്രി ഇത്രയും നീളമുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ യാത്രയായിരുന്നു അത്. നേരം വെളുത്തപ്പോൾ ഞാൻ വീടെത്തി. കുളിച്ച് റെഡിയായി ആശുപത്രിയിൽ ചെന്ന് എൻ്റെ മോനെയും എൻ്റെ സിന്ധുവിനെയും കണ്ടു മടങ്ങി. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ ഷൊർണൂരെത്തി. കണ്ട പാടെ അമ്പിളിച്ചേട്ടൻ തിരക്കി, മോനെ കണ്ടോടാ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു. എന്താ അവൻ്റെ നാള്? ഞാൻ കേട്ടാ. കേട്ടയോ? ആ കേട്ടാ. എടാ കേട്ടാന്ന് പറയാടാ, തൃക്കേട്ടാന്ന് പറ. അണ്ണൻ്റെ നാളാണ്ടാ, അവൻ പ്രശസ്തനാവും, നോക്കിക്കോ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അമ്പിളിച്ചേട്ടൻ കേട്ട നക്ഷത്രത്തിൽ പിറന്ന ആളാണെന്ന്. ഞാൻ പറഞ്ഞു, അമ്പിളിച്ചേട്ടാ എനിക്ക് വേറെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതും തോന്നുന്നു, എൻ്റെ ഗുരുനാഥൻ്റെ നാളും തൃക്കേട്ടയാ. ആരുടെ? ജേസു സാറിൻ്റെയോ? അല്ല, ഹരികുമാറിൻ്റെ. എടാ അത് മൂദേവി കേട്ടാ, അത് മൂദേവി കേട്ടാ. ഇനിയെങ്കിലും നീ ഓർത്തോ, ഒരു ദമ്പതികൾക്ക്, അച്ഛനമ്മമാർക്ക് ആദ്യം ജനിക്കുന്ന കുട്ടി കേട്ട നക്ഷത്രത്തിലാണെങ്കിൽ അതിനെയാണ് തൃക്കേട്ട എന്ന് വിളിക്കുന്നത്. അവൻ കേൾവി കേൾക്കും. ഹരികുമാർ 3-ാമത്തെയോ 4-ാമത്തെ ആണ്ടാ മൂദേവി കേട്ട. മൂഞ്ചി കണ്ടാൽ അറിഞ്ഞൂടെ? മൂദേവി കേട്ടാണെന്ന് അറിഞ്ഞൂടെ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അടുത്തിരുന്ന തിലകൻ ചേട്ടൻ, അല്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. അല്ലേ ചേട്ടാ അമ്പിളിച്ചേട്ടൻ ചോദിക്കുക. ഹരികുമാറിൻ്റെ മൂഞ്ചി കണ്ടാൽ അറിഞ്ഞൂടെ എന്ന് മൂദേവി കേട്ട. അല്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. അദ്ദേഹം ബെണ്ടർ ഡാനിയിൽ നോക്കും പോലെ ഷാർപ്പായിട്ട് ജഗതി ചേട്ടനെ ഒന്ന് നോക്കി. അവിടുന്ന് അപ്പം തന്നെ അമ്പിളിച്ചേട്ടൻ അങ്ങ് മുങ്ങി. 4-5 ദിവസമായി ജഗതിയെ നോട്ടമിടുകയാണ് തിലകൻ ചേട്ടൻ. എന്തോ ഒരു സംശയം പുള്ളിക്ക്, പക്ഷെ തെളിവുകൾ കയ്യിലില്ല. പക്ഷേ ഇവനാണ് വില്ലൻ എന്ന് മനസ്സിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ചോദിക്കാനുള്ള തെളിവുകളില്ലാത്തതുകൊണ്ട് എങ്ങനെ ചോദിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്യാം ടൂറിസ്റ്റ് ഹോമിൽ 1-ാമത്തെ നിലയിൽ റൂം നമ്പർ 101-ൽ തിലകൻ, 102-ൽ ജഗതി, 103-ൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകൾ, 104-ൽ ഞാൻ. ഇങ്ങനെയാണല്ലോ താമസം. താഴത്തെ കടകൾ രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പോൾ എല്ലാ കടകളും അടച്ചു പോകും. റോഡിൻ്റെ എതിർവശത്താണെങ്കിൽ കടകളോ വീടുകളോ ഒന്നുമില്ല. വലിയ മരങ്ങൾ മാത്രം, പകൽ പോലും നല്ല ഇരുണ്ടാണ് കിടക്കുന്നത്. വലിയ മരങ്ങളാണ്. രാത്രി വൈകിയും ഞാൻ ഇന്നെടുത്ത ഷോട്ടുകളിൽ വല്ലതും വിട്ടോ, നാളത്തെ പ്രോപ്പർട്ടികൾ എന്തൊക്കെ തുടങ്ങിയ ജോലികളിൽ എപ്പോഴും വ്യാപൃതനായിരിക്കും ഉറക്കം വരുന്നവരെ. അങ്ങനെ ഞാൻ ഓരോന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനാലയ്ക്കിൽ ജഗതി ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടു. അനിയ ഉറങ്ങിയില്ലേ? ഉറങ്ങണം ചേട്ടാ, കുറച്ച് പണി ബാലൻസ്. ഞാൻ വാതിൽ തുറന്ന് അടുത്തേക്ക് ചെന്നു. അനിയ നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, നീ ചുമ്മാ പറയുന്നതാ. ബോറടി നിൻ്റെ മുഖത്ത് കാണുന്നു. ഒന്ന് റിലാക്സ് ചെയ്യ്, ഒരു കാര്യം ചേട്ടൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ജഗതി നേരെ തിരിഞ്ഞു നടന്നു. തിലകൻ ചേട്ടൻ്റെ മുറിയുടെ മുന്നിൽ ചെന്നു. ചുറ്റിനും
താഴെ റോഡിലും ഒക്കെ നോക്കി. തിലകൻ ചേട്ടൻ താമസിക്കുന്ന ആ മുറിയുടെ വാതിലിൽ പടപടപടാന്ന് ഒരു 4-5 അടി അടിച്ചതും അടി തീരുന്നതിന് മുമ്പ് തന്നെ അമ്പിളിച്ചേട്ടൻ പടിക്കെട്ടുകൾ ഇറങ്ങി ഓടി കാറുകളോ ബൈക്കുകളോ വരുന്ന ഒന്നും നോക്കാതെ റോഡ് ക്രോസ് ചെയ്ത് ആ എതിർവശത്തെ മരങ്ങൾ നിൽക്കുന്ന ആ കാട്ടിലേക്ക് അങ്ങ് മുങ്ങി. ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. പോടാ എന്നാണ് അടിച്ചത് കഥവിൽ. എന്നിട്ട് അതിനേക്കാൾ ഇരട്ടി വേഗത്തിലാണ് ഈ പടിക്കെട്ടുകൾ ഇറങ്ങി ഓടിയത്. എന്നിട്ട് ഓടുമ്പോൾ റോഡിൽ ഇവിടുന്ന് ബൈക്ക് വരുന്നൊന്നും നോക്കണ്ട, ഒന്നും നോക്കിയില്ല. ഒരൊറ്റ ഓട്ടം റോഡ് ക്രോസ് ചെയ്ത് ആ ഇരുട്ടത്തേക്ക് പോയി. ഞാൻ വേഗം അകത്ത് കയറി വാതിലടച്ച് എഴുതിയതെല്ലാം എടുത്ത് വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു, ഒന്നും അറിയാത്ത പോലെ. ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പുറത്ത് വാതിൽ കരകരാ തുറക്കുന്ന ശബ്ദം. പതുക്കെ തുറക്കുകയാണ്. പതിയെ, വളരെ പതിയെ ആരോ നടക്കുന്ന കാൽപ്പെരുമാറ്റം. രാത്രിയാണല്ലോ. ഞാനിരുന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേശയുടെ മുന്നിലുള്ള ജനാലയ്ക്കിൽ തിലകൻ ചേട്ടൻ പ്രത്യക്ഷപ്പെട്ടു. രൂക്ഷമായിട്ട് എന്നെ തുറച്ചു നോക്കി. നിസ്സംഗനായി ഞാൻ തിരിച്ചു നോക്കി. എന്നുള്ള രീതിയിൽ ഞാനും നോക്കി. ഒന്നും പറയാതെ അദ്ദേഹം തിരിഞ്ഞു നടന്നു. 4-5 സെക്കൻഡ് നിശബ്ദം. പിന്നെ പടാന്ന് ശബ്ദത്തോടെ വാതിൽ പിടിച്ചടയ്ക്കുന്ന ശബ്ദം. അവിടെ കഥ തീർന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ജോലി തുടർന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും ജലാനയ്ക്കൽ ജഗതി പൊങ്ങി വീണ്ടും വന്നു. അന്യ എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു, തിലകൻ ചേട്ടൻ വന്നിരുന്നു, ഞാൻ കണ്ടു. എതിർവശത്തെ പ്ലാവിൻ്റെ ചോട്ടിലിരുന്ന് ഞാൻ കണ്ടു. വാ, ഒന്നുകൂടെ കാണിച്ചു തരാം. എന്താ പറയുക. ഞാൻ വാതിൽ തുറന്ന് ചെന്നു. ജഗതി ഓടിച്ചെന്ന് ഇത്തവണ കയ്യങ്ങ് ഒഴിവാക്കി കാലുകൊണ്ട് കതകിലൊരു 3-4 ചവിട്ടങ്ങ് ചവിട്ടി. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരൊറ്റ ശരവേഗത്തിൽ ഒരൊറ്റ ഓട്ടം താഴേക്ക്. ഞാൻ വേഗം അകത്ത് കയറി കതകടച്ചു, ലൈറ്റ് അണച്ചു. എന്നിട്ട് ഇരുട്ടത്ത് തന്നെ നിന്നു. വാതിൽ ഭയങ്കര ശബ്ദത്തോടെ തുറന്നു. എൻ്റെ മുറിയുടെ ജനാലയ്ക്കിലേക്ക് വേഗം തിലകൻ ചേട്ടൻ വന്നു. പിന്നെ മടങ്ങി. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നത് രാത്രി ഉച്ചത്തിൽ തിലകൻ ചേട്ടൻ്റെ ശബ്ദം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ്. റോഡിലേക്ക് നോക്കി. ആണത്വം വേണോടാ ഫീരു, നേർക്ക് നേർ വാ, നിൻ്റെയൊക്കെ കഴപ്പ് ഞാൻ തീർത്തു തരാം. ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരുട്ടത്ത് വന്ന് വാതിലിൽ ചവിട്ടുന്നതല്ല ആണത്വം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ആദ്യം എന്നെ ബഹുമാനിക്കണ്ട, എൻ്റെ പ്രായത്തെ ബഹുമാനിക്കണം. മലയാളി അതൊക്കെ മറന്നു. തിലകൻ ചേട്ടൻ ഒരു പ്രസംഗം വച്ച് കാച്ചുകയാണ്. റോഡിലോട്ട് നോക്കി, ഇരുട്ടത്തേക്ക് നോക്കി പ്രസംഗിക്കുകയാണ്. ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടില്ല. നോക്കുമ്പോൾ പ്രസംഗം അവസാനിപ്പിച്ചു. നേരത്തെ അടച്ചതിനേക്കാൾ ഇരട്ടി ശബ്ദത്തിൽ വാതിൽ പിടിച്ചടച്ചു, ലൈറ്റ് അണഞ്ഞു. തിലകൻ ചേട്ടന് ചെയ്യാമായിരുന്നത് ആ പടിക്കെട്ട് ഇറങ്ങി താഴെ ചെന്ന് ആ ലോഡ്ജിലെ സൂക്ഷിപ്പുകാരൻ പയ്യൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, അവനെ വിളിച്ചുണർത്തിയിട്ടിടാ, ഈ വെളിയിൽ നിന്ന് ആരെങ്കിലും മേളിലേക്ക് കയറി വന്നോ, എൻ്റെ കഥയിലൊന്ന് ചവിട്ടിയിട്ട് ആരെങ്കിലും താഴേക്ക് ഓടിപ്പോയോ എന്ന് അവൻ്റെ ചോദിച്ചാൽ മതി. അതൊന്നും ചെയ്യുന്നില്ല. പകരം ഈ പറഞ്ഞ പ്രസംഗം അങ്ങ് നടത്തി വാതിലടച്ചു, ലൈറ്റ് അടച്ചു. ഞാൻ പിന്നെ ലൈറ്റ് ഇട്ടില്ല. വാതിൽ തുറന്നതുമില്ല, ജഗതിയെപ്പറ്റി തിരക്കിയതുമില്ല. രാവിലെ കടന്നിൽ കുത്തിയ മുഖവുമായി തിലകൻ മേക്കമ്മേൻ്റെ മുന്നിലിരിക്കുമ്പോൾ കാവി ലുങ്കിയും കാവി ജുബയും ധരിച്ച ജഗതി ചേട്ടൻ വന്നു. ഗുഡ് മോർണിംഗ് ചേട്ടാ എന്ന് പറഞ്ഞ് തിലകൻ ചേട്ടൻ ഗുഡ് മോർണിംഗ് കൊടുത്തിട്ട് അങ്ങ് നടന്നു. പ്രതികരണമില്ലാത്തതിനാൽ പുറകോട്ട് റിവേഴ്സ് വരുമ്പോൾ പുറകോട്ട് വന്ന് തിലകൻ ചേട്ടൻ്റെ കാതിനടുത്ത് ചെന്നിട്ട് ഗുഡ് മോർണിംഗ് സാബ് എന്ന് പറഞ്ഞു. അപ്പോഴും തിലകൻ ചേട്ടൻ മിണ്ടുന്നില്ല. അമ്പിളിച്ചേട്ടൻ പോയി. പോകുന്ന വഴിക്ക് എന്നെ നോക്കിയിട്ട് ഇങ്ങനാക്കിയിട്ട് അങ്ങ് പോയി. ഇത് ആർക്കും കാണാൻ നടന്നു പോവുകയല്ലേ. നടന്നു പോണ വഴിക്ക് എന്നാക്കി ആക്കിയിട്ട് ജഗതി ചേട്ടൻ അങ്ങ് പോയി.
ഞാനതൊരിക്കലും മറക്കില്ല ആ കാണിച്ചത്. അമ്പിളിച്ചേട്ടൻ ക്യാമറയ്ക്ക് മുന്നിലില്ലാത്ത നഷ്ടം മലയാളിയെ സംബന്ധിച്ചിടത്തോളം അപരിഹാര്യമായ നഷ്ടം തന്നെയാണ്. വ്യക്തിപരമായി എനിക്കും വലിയ നഷ്ടമാണ്. ഭംഗിയായി വെണ്ട ഡാനിയൽ ഒറ്റ ഷെഡ്യൂളിൽ ചിത്രീകരണം പൂർത്തിയാക്കി. ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ തീർപ്പാക്കാനുള്ളതിനാൽ എനിക്ക് പാക്കപ്പ് കഴിഞ്ഞും 2 ദിവസം ഷൊർണൂറിൽ നിൽക്കേണ്ടി വന്നു. നിർമ്മാതാവും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി തീർത്ത് ഷൊർണൂരിൽ നിന്ന് ഞാൻ മടങ്ങി. ആ സമയത്താണ് ഈ മിനറൽ വാട്ടർ എന്ന പേരിൽ കുപ്പിവെള്ളം വന്നു തുടങ്ങുന്ന സമയം. ബിസ്ലേരി എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ആദ്യമായിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു വെള്ളം കൊണ്ടുവന്നത് കുപ്പിയിൽ. ആ ഒറ്റ കമ്പനിയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. പ്രധാന താരങ്ങൾക്ക് മാത്രം കുപ്പിവെള്ളം നൽകും. അവർ കുടിച്ചു തീർക്കുന്ന കുപ്പികൾ സൂക്ഷിച്ച് 20 എണ്ണം ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഷൊർണൂരിൽ നിന്ന് 20 മിനറൽ വാട്ടറിൻ്റെ കുപ്പി ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്ര പേര് വിശ്വസിക്കും എന്നെനിക്കറിയില്ല. വന്ദേ ഭാരതിൽ ഇപ്പോൾ സൗജന്യമായി തരുന്ന കുപ്പിവെള്ളം റെയിൽ നാരി എന്നെന്താണല്ലോ, അല്പം കുടിച്ചിട്ട് പകുതി കുടിച്ചിട്ട് ഒക്കെ ഇട്ടേച്ച് പോകുന്നത് കാണുമ്പോൾ 20 കാലിക്കുപ്പി വീട്ടിൽ കൊണ്ടുവന്നത് ഞാൻ ഓർക്കും. 31 വർഷം മുമ്പാണേ. അതുപോലെ നല്ല തഴപ്പായിൽ ഉണ്ടാക്കിയെടുക്കുന്ന തൊപ്പിക്കുട, ഈ തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ വെച്ചിരിക്കുന്നില്ലേ തൊപ്പിക്കുട ഇങ്ങനെ വട്ടത്തിൽ, അത് ഷൊർണൂരിൽ ഒരുപാട് വാങ്ങാൻ കിട്ടും, നല്ല ക്വാളിറ്റിയുള്ള. ഞാൻ അവിടുന്ന് ഒരു കുടയും വാങ്ങി. അർദ്ധരാത്രി തലയിൽ തൊപ്പിക്കുടയും ബാഗുകളും മിനറൽ വാട്ടർ കുപ്പിയുടെ പെട്ടിയും ഒക്കെ ആയി തിരുവനന്തപുരം സെൻട്രലിൽ വന്നിറങ്ങിയ ഞാനൊരു കാഴ്ചയായിരുന്നു ആട്ടക്കാർക്ക്. എല്ലാവരും ചിരിക്കുന്ന എന്നെ നോക്കി. ഇങ്ങനെ ഒരു കോലം വരുന്നല്ലോ. വീടെത്തുമ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ മോൻ മനോഹരമായൊരു കുഞ്ഞു മെത്തയിൽ കിടന്നുറങ്ങുന്നു. എനിക്ക് മുന്നേ തിരുവനന്തപുരത്തെത്തിയ സംവിധായകൻ ബാലുക്കിരിയത്ത് ഒരു മെത്തയും വാങ്ങി മോനെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ഇപ്പോഴും ബാലുച്ചേട്ടനെ കാണുമ്പോൾ ഞാൻ അച്ഛനോട് പറയും, മോനെ നീ ആദ്യമായി കിടന്ന മെത്ത നിനക്ക് സമ്മാനിച്ചത് ഈ അങ്കിളാണെന്ന്. അപ്പോൾ അവൻ വളരെ വാത്സല്യപൂർവ്വം ബാലുച്ചേട്ടനെ നോക്കി ചിരിക്കും. ഒരു കലാകുടുംബമായിരുന്നു ബാലുക്കിരിയത്തിൻ്റേത്. സഹോദരി ഗിരിജ ചന്ദ്രൻ പ്രശസ്ത നർത്തകിയും റിഗാറ്റ ഡാൻസ് അക്കാഡമിയുടെ ഉടമയുമാണ്. ഒരുപാട് ശിക്ഷീകരണങ്ങളുള്ള ആളാണ് റിഗാറ്റ ഗിരിജ. അവരുടെ മകളും നർത്തകിയാണ്. ഗാനരചയിതാവും തിരക്കഥാകാരനും സംവിധായകനും ഒക്കെയാണല്ലോ ബാലുക്കിരിയത്ത്. അനുജന്മാർ രാജൻ കിരിയത്തും ബിനു കിരിയത്തും നല്ല തിരക്കഥാകൃത്തുക്കളാണ്. കോട്ടയം മഹാനായ ജോജി, ആ പടമൊക്കെ സൂപ്പർ ഹിറ്റായ സിനിമകൾ ചെയ്ത തിരക്കഥ എഴുതിയ ആളുകളല്ലേ. ഇവരുടെ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് ബിച്ചു തിരുമല, ഗായിക സുശീല ദേവി, സംഗീത സംവിധായകൻ ദർശൻ രാമൻ, വിജയകുമാർ, ഡോക്ടർ ചന്ദ്രമോഹൻ, ഡോക്ടർ ശ്യാമ, ജയലക്ഷ്മി. ഇവരെല്ലാം അമ്മാവൻ്റെ മക്കളാണ്. ആ വീട്ടിലുള്ള എല്ലാവരും നന്നായി പാടുമെന്നാണ് ബാലുച്ചേട്ടൻ പറയുന്നത്. ഇവരുടെ കുടുംബ വീട്ടുപേര് ദേവി ദർശൻ എന്നാണ്. ഈ ബിച്ചു തിരുമല അടക്കമുള്ളവരുടെ കുടുംബ വീട്ടുപേര്. റാംകുമാറിന്, ഇതിൽ സഹോദരന്മാരിൽ ഒരാളായ റാംകുമാറിന് തൻ്റെ പേര് സിനിമയ്ക്കായെന്ന് പരിഷ്കരിച്ചാൽ കൊള്ളാമെന്ന് തോന്നി വീട്ടുപേരിലെ ദർശനും രാംകുമാറിലെ രാമനും ചേർത്ത് ദർശൻ രാമനായി മാറി രാംകുമാർ. ശിവശങ്കരൻ നായരാണല്ലോ ബിച്ചു തിരുമലായി മാറിയത്. അതുപോലെ രാംകുമാർ ദർശൻ രാമനായി മാറി. അമ്മാവൻ്റെ മകളായ റിഗാറ്റ ഗിരിജയുടെ ട്രൂപ്പിലെ ഹാർമോണിസ്റ്റായിരുന്നു ദർശൻ രാമൻ. ഗിരിജയാണ് ചേട്ടനോട്, ബാലുഗിരിജനോട്, ചേട്ടൻ ആദ്യമായി ചെയ്യാൻ പോകുന്ന സിനിമയുടെ സംഗീത സംവിധാനം ദർശൻ രാമന് നൽകണം എന്ന് ശുപാർശ ചെയ്തത്. കുട്ടിക്കാലം മുതലേ പാട്ടെഴുത്തിൻ്റെ അസ്കിത ഉള്ള ആളായിരുന്നു ബാലുഗിരിയത്ത്. എഴുതുന്ന പാട്ടുകളൊക്കെ ദർശൻ രാമൻ ചുമ്മാ ട്യൂൺ ചെയ്യും. ഇങ്ങനെ 100-ലധികം പാട്ടുകൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതുകയും ട്യൂൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാലുഗിരിയത്ത് പാട്ട് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ബിച്ചു തിരുമല പാട്ട് എഴുതി തുടങ്ങിയിട്ടില്ല. അദ്ദേഹം സംവിധായകനാവാൻ പോയ ആളാണല്ലോ.
പത്രപ്രവർത്തകനായാണ് ബാലുകിരീത്ത് സിനിമയിലെത്തിയത്. വിസ്താരമ്മ, സിനി സോണിക് എന്നീ സിനിമാ വാരികൾക്കായി പലതവണ ബാലുകിരീത്ത് പ്രേം നസീറിനെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ തനിക്ക് പറയാവുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എങ്കിലും പ്രേം നസീറിനോട് അത് പറഞ്ഞിട്ടില്ല ബാലുകിരീത്ത്. തിരുവനന്തപുരം VJT ഹാളിൽ നടന്ന അഭിനയ മത്സരത്തിൽ പങ്കെടുത്ത ചെറിയൻകിഴുകാരൻ അബ്ദുൽ ഖാദറിന് മികച്ച നടൻ്റെ മാർക്കിടുകയും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും കൗമുദി ബാലകൃഷ്ണന് കത്ത് നൽകുകയും ചെയ്ത, അതിലാണല്ലോ ത്യാഗസീമയിൽ അഭിനയിച്ചത്. അങ്ങനെ ത്യാഗസീമയുടെ മുന്നിൽ നിൽക്കാൻ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത CI പരമേശ്വരൻ പിള്ളയുടെ സഹോദരൻ CI ഗോപാലപിള്ളയുടെ ചെറുമകനാണ് ബാലുകിരീത്ത്. പക്ഷേ ഒരിക്കലും നസീർ സാറിനോട് അത് പറഞ്ഞിട്ടില്ല. ഞാൻ CI ഗോപാലപിള്ളയുടെ ചെറുമകനാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. KS ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത 4 മണി പൂക്കളിലാണ് ബാലുകിരീത്ത് സംവിധാന സഹായിയായി തുടക്കമിട്ടത്. സംവിധാന സഹായിയാവാൻ വേണ്ടി ചാൻസ് ചോദിച്ചു ചെന്നപ്പോൾ ആ പടത്തിൽ എല്ലാവരും ആയിപ്പോയി. എന്നാലും നീ സെറ്റിൽ നിന്നോ എന്ന് KS ഗോപാലകൃഷ്ണൻ സമ്മതിച്ചു. തിരുവനന്തപുരത്തുകാരൻ നമ്മുടെ നസീർ സാറിൻ്റെ ബന്ധുവായ താജ് ബഷീറും KPAC ബാലനും ചേർന്ന് മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുകയാണ്. A. വിൻസെൻറ്റിൻ്റെ ഭാര്യ സഹോദരൻ അളിയൻ ബെന്നിയങ്കിളാണ് സംവിധാനം. ഈ സിനിമയിലാണ് അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക്, സംവിധാന സഹായി എന്നുള്ള നിലയ്ക്ക് ബാലുകിരീത്തിൻ്റെ പേര് ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത്. ഡോക്ടർ ബാലകൃഷ്ണനെ പരിചയപ്പെട്ടു. P. ചന്ദ്രകുമാർ സഹസംവിധായകനായും സത്യനന്ദിക്കാട് സംവിധാന സഹായിയായും ഡോക്ടറോടൊപ്പം ഉള്ള കാലം. JC സാറാണ് ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥ എഴുതുന്ന പുതിയ പടത്തിൻ്റെ സംവിധായകൻ. ഒരു വലിയ വീടും ഒരു പഴയകാല പ്രൗഢിയുള്ള തറവാടും ഷൂട്ടിങ്ങിന് വേണം തിരുവനന്തപുരത്ത്. അത് സംഘടിപ്പിക്കാൻ പറ്റുമോ ബാലു എന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ ബാലുകിരീത്തിനോട് ചോദിച്ചു. PKN പിള്ള എന്ന ഡാമർ ബ്രദേഴ്സ് എന്ന പ്രശസ്തമായ വഞ്ചൂരിലുള്ള തടിക്കട നടത്തുന്ന ആൾ ആ സമയത്ത് ഒരു വലിയ വീട് വെച്ചു. അതിൻ്റെ പാലുകാച്ചിന് ബാലുകിരീത്ത് പോയിരുന്നു. അത് പോയി സംസാരിച്ച് തരമാക്കി. ലളിത പത്മിനി രാഗിണിമാരിൽ രാഗിണിയുടെ ഭർത്താവ് തമ്പിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൊട്ടാര സദൃശമായ പഴയ കാലത്തെ ആ തറവാടും ഉറപ്പിച്ചു. തമ്പിയുടെ ആ പഴയ വീടാണ് ഇന്നത്തെ പ്രശസ്തമായ IG ഓഫീസ് തിരുവനന്തപുരത്തെ. ആ പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയോ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയില്ല, ആഘോഷ കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാം റെഡിയാക്കി കൊടുക്കലായിരുന്നു ആ സെറ്റിൽ. കണ്ണൂരിൽ ചിത്രീകരിച്ച ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച് കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മധുരം തിരുമധുരം എന്ന സിനിമയിൽ അസിസ്റ്റൻ്റായി ബാലുകിരീത്ത് വർക്ക് ചെയ്തു. ഇത്രയായപ്പോൾ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ജയകുമാർ ടെക്സ്റ്റൈൽ നടത്തുന്ന S. തങ്കപ്പനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട്, വേനലിൽ വിരിഞ്ഞ പൂവ്. അത് സിനിമയാക്കണം. ഇതിനിടയിൽ ഒരു നാൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബാലുകിരീത്ത് വായി നോക്കി നിൽക്കുമ്പോൾ ഏതോ സ്കൂളിലെ കുട്ടികളെ ക്യൂ ആയി ജനറൽ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, ഇത്രയും കുട്ടികളെ എന്തിനാണ് ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന്. ആ ഒരു രസത്തിൽ ആ പിള്ളേരുടെ പിന്നാലെ ബാലുകിരീത്ത് നടന്നു. അവരോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടി പേപ്പട്ടിയുടെ കടിയേറ്റ് പേവിഷ ബാധയായി അവസാന ഘട്ടത്തിൽ സെല്ലിനകത്ത് കിടക്കുകയാണ്. സെല്ലിലിട്ടിരിക്കുന്ന തങ്ങളുടെ സഹപാഠിയെ കാണാനാണ് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നത്. മരണത്തിലേക്ക് അടുക്കുന്ന ആ മോളുടെ ഹൃദയഭേദകമായ കാഴ്ച ബാലുകിരീത്തിനെ നന്നായി നോവിക്കുന്നതായി. ഈ നിർമ്മാതാവ് വട്ടിയൂർക്കാവുകാരൻ S. തങ്കപ്പൻ പറഞ്ഞ വേനലിൽ വിരിഞ്ഞ പൂവ് എന്ന കഥയും ജനലാശുപത്രിയിൽ നേരിൽ കണ്ട കാഴ്ചകളും കൂടി ചേർത്ത് ബാലുകിരീത്ത് തിരക്കഥയുണ്ടാക്കി. തിരക്കഥ എഴുതുമ്പോൾ തന്നെ സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകളും എഴുതി. ദേവരാജൻ, MK അർജുനൻ, കണ്ണൂർ രാജൻ, ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കണം നമ്മുടെ പടത്തിന് പാട്ട് ചെയ്യേണ്ടതെന്ന് നിർമ്മാതാവിനൊരാഗ്രഹം. ഞാൻ എൻ്റെ അമ്മാവൻ്റെ മകൻ ബിച്ചു തിരുമലയുടെ അനുജൻ ദർശൻ രാമൻ എൻ്റെ അളിയനോട് വാക്കു പറഞ്ഞു പോയി
അയാൾ ഞാൻ ചെയ്യേണ്ട പടങ്ങളുടെ ടൂണും ഇട്ടുപോയി എന്ന് ബാലുകിരുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തർക്കിക്കാനൊന്നും പോയില്ല. തിരക്കഥ പൂർത്തിയായപ്പോൾ നായക വേഷം പ്രേം നസീർ ചെയ്താൽ പടം വലിയ വിജയമാകും ഉറപ്പാണ് എന്ന് രണ്ടുപേർക്കും തോന്നി. നസീർ സാറിൻ്റെ മദ്രാസിലെ വീട്ടിൽ വിളിച്ച് ഫോൺ ചെയ്ത് കാണാൻ സമയം ചോദിച്ചു. അടുത്ത മാസം ഞാനൊരു സിനിമയ്ക്കായി മെരിലാൻഡിൽ വരുന്നുണ്ട്, അവിടെ കാണാമെന്നായി നസീർ സാർ. വെറുതെ എന്തിനാണ് നിങ്ങൾ പൈസ മുടക്കി മദ്രാസിൽ വരുന്നത്? അടുത്ത മാസം ഞാൻ മെരിലാൻഡിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം. മെരിലാൻഡിൽ ചെന്നു, പരിചയപ്പെട്ടു, കഥയുടെ ത്രെഡ് പറഞ്ഞു. അപ്പം നസീർ സാർ പറഞ്ഞു, എനിക്ക് തിരക്കഥയൊന്നും വായിച്ച് കേൾക്കാൻ സമയമില്ല. നിങ്ങൾ മദ്രാസിൽ ചെന്ന് അടൂർ ഭാസിയെ കാണൂ, ഭാസി തിരക്കഥ കേൾക്കട്ടെ, എന്നിട്ടാകാം മറ്റു കാര്യങ്ങൾ എന്നായി നസീർ സാർ. നേരെ നിർമ്മാതാവും സംവിധായകനും മദ്രാസിലേക്ക് യാത്രയായി. ഭാസിയുടെ വീട്ടിലെത്തി. ഈ വന്നിരിക്കുന്ന സംവിധായകൻ നവാഗതൻ CI ഗോപാലപിള്ളയുടെ കൊച്ചുമകനാണ് ഈ പുതുമുഖമെന്ന് ഭാസി സാറിനറിയാം. തിരക്കഥ മുഴുവൻ അദ്ദേഹം വായിച്ച് കേട്ടു. കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ഇതിൽ എന്നായി. ഇത്രയൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഓരോരോ സീനുകളായി മാറ്റിവെച്ച് ഒരു സിനിമയ്ക്കുള്ള തിരക്കഥ തീർപ്പാക്കിയെടുത്തു. നല്ല സ്ക്രിപ്റ്റ് സെൻസുള്ള ആളാണ് അടൂർ ഭാസി എന്നാണ് എന്നോട് ബാലുച്ചേട്ടൻ പറഞ്ഞത്. നസീർ സാർ മദ്രാസിലെത്തി. നേരെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് അദ്ദേഹം 1 ലക്ഷം രൂപ ശമ്പളം ചോദിച്ചു. തിരക്കഥ പൂർത്തിയാകാത്തതിനാൽ മെരിലാൻഡ് P. സുബ്രഹ്മണ്യത്തിൻ്റെ മകൻ സുബ്രഹ്മണ്യം കുമാറിന് ഞാൻ കൊടുത്ത ഡേറ്റ് മിക്കവാറും മാറും, ആ ഡേറ്റ് നൽകാം എന്നായി നസീർ സാർ. പെട്ടെന്ന് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു 6 മാസം 1 വർഷമൊക്കെ കാത്തിരിക്കണം. അപ്പോൾ സുബ്രഹ്മണ്യം കുമാറിന് തിരക്കഥ റെഡിയാവാത്തതുകൊണ്ട് അത് നടക്കാൻ സാധ്യത കുറവാണ്, എങ്കിൽ ആ ഡേറ്റ് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാമോ എന്നായി. അവർ ചാടി വീണു. നസീർ സാറിനെയും ഭാസി സാറിനെയും ഫിക്സ് ചെയ്തു. ഇനി ഒരു നല്ല നായിക വേണം. പ്രേം നസീറും ഷീലയും കുറേ കാലമായി ഒന്നിച്ച് അഭിനയിക്കുന്നില്ല. നല്ല പിണക്കത്തിലാണ് ഷീലാമ്മ. സാറും ഷീലാമ്മയും നല്ല കോമ്പിനേഷനായിരിക്കും നമ്മളെ ഈ പടത്തിൽ. കുറേ കാലമായി ഈ ജോഡി സ്ക്രീനിൽ വരാത്തതിനാൽ പ്രേക്ഷകർക്കും കാണണമെന്നുള്ള ആകർഷണം ഉണ്ടാവും. അവർ കറക്റ്റാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്നായി നസീർ സാർ. സാറിന് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചോദിച്ചു നോക്കൂ, നസീറിൻ്റെ നായിക ആകാമോ എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ചോദിച്ചു. ഷീലാമ്മയും റെഡി. PN ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അഭിലാഷങ്ങളെ അഭയം എന്ന സിനിമയ്ക്കാണ് ബാലുകിരുത്ത് ആദ്യമായി തിരക്കഥ എഴുതിയത്. PN ശ്രീകുമാർ ഇപ്പോൾ ന്യൂസിലൻഡിലാണ്, അവിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നു. ഈ ചിത്രത്തിൻ്റെ ക്യാമറാമാൻ അശോക് ചൗധരി ആയിരുന്നു. ഏത് അഭിലാഷങ്ങളെ അഭയം. അശോക് കുമാറിൻ്റെ ശിഷ്യൻ. ചൗധരിയുടെ കാറിലാണ് മദ്രാസിലെ കറക്കം മുഴുവൻ ബാലുകിരുത്തും നിർമ്മാതാവും നടത്തിയത്. അതിനാൽ അശോക് ചൗധരിയെ ക്യാമറാമാനായി നിശ്ചയിച്ചു. അപ്പോൾ അശോക് ചൗധരിയോടൊപ്പം സുഹാസിനിയും ഉണ്ട് അശോക് കുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട്. കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോഴും സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോഴും അവിടെയൊക്കെ സ്ഥിരമായി പോകുന്ന കാഴ്ചക്കാരനും കേൾവിക്കാരനുമായിരുന്നു ബാലുകിരുത്ത്. അപ്പോൾ അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ട്, എൻ്റെ നാട്ടുകാരനായ ഗുസ്തു ശ്രീകുമാർ എന്ന് വിളിക്കുന്ന അഡ്വക്കേറ്റ് വെള്ളായണി ശ്രീകുമാർ. ഒരു ഉഗ്രം ക്യാരക്ടറാണ്, മരിച്ചുപോയി. എവിടെയും അടിയുണ്ടാക്കാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കാണാൻ പോകുന്നത്. ഒരു തവണ സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി കൊതിപ്പിക്കുന്ന തരത്തിൽ പാടും. ഈ കുട്ടിക്കാവും ഇത്തവണത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് ഗുസ്തിനോട് ബാലുകിരുത്ത് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു നാൾ ബാലുകിരുത്ത് തിരുവനന്തപുരത്ത് കരമന നിന്ന് നെടുങ്കാട്ടിലേക്ക് പോകുന്ന റോഡിലെ കൃഷ്ണൻ നായരുടെ വീട് തേടി ചെന്നു. കൃഷ്ണൻ നായരുടെ മകളാണ് ഈ ഗായിക ബീന. കൃഷ്ണൻ നായരും നല്ലൊരു ഗായകനായിരുന്നു. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന തകില് കൊട്ടാമ്പുറത്തിൽ ഒരു പാട്ട് പാടാൻ മകൾക്ക് അവസരം നൽകാമെന്ന ഓഫർ ബാലുകിരുത്ത് വച്ചു. പടത്തിൽ 4 പാട്ടുണ്ട്. അതിൽ 3 പാട്ടുകൾ
ദർശൻ രാമൻ സംഗീതം കൊടുക്കും. ഒരു പാട്ട് ദർശൻ രാമൻ്റെ ചേച്ചിയും ഗായികയുമായ സുശീല ദേവിയും സംഗീതം നൽകും. അത് നേരത്തെ ഉറപ്പിച്ചിരുന്നു. കന്നിപ്പൂം പൈതൽ ആണോ പെണ്ണോ, ആണായാൽ ഞാൻ തരാം സമ്മാനം എന്നുള്ള പാട്ട് സുശീല ദേവിയാണ് സംഗീതം നൽകിയത്. അതിനു മുമ്പ് എപ്പോഴോ ഒരു ഭക്തിഗാനത്തിൻ്റെ എന്തോ ഒരു പാട്ടിൻ്റെ 4 വരി പി ലീല സംഗീത സംവിധാനം നൽകി പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു വനിത സിനിമാ സംഗീത സംവിധായികയായി ആദ്യമായി മലയാളത്തിൽ വരുന്നത് സുശീലാദേവി ടീച്ചറാണ്. മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞ പടത്തിൽ അടക്കം ഉഷ കന്നയൊക്കെ സംഗീത സംവിധാനം നൽകിയിട്ടുണ്ടെങ്കിലും അവരൊന്നും മലയാളികളല്ലല്ലോ. ദർശൻ രാമനും സുശീലാദേവിയും കൂടി ചെയ്ത 4 പാട്ടുകളും കണ്ടക്ട് ചെയ്തത് പിന്നീട് സംഗീത സംവിധാനമായി വളർന്ന ഗുണസിംഗ് ആയിരുന്നു. പഴയ അരുണാചലം സ്റ്റുഡിയോയിൽ, അതായത് ഇപ്പോഴത്തെ തരംഗിണി സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്. യേശുദാസ് വന്ന് ലൈവായി പാട്ട് പാടിയിട്ട് പോയി. കാരണം അത്യാവശ്യമായി അദ്ദേഹത്തിന് മറ്റൊരു സ്റ്റുഡിയോയിലെത്തണം. ഞാൻ പാടിയെങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി തിരിച്ചു വന്ന് ഒരു പ്രാവശ്യം കൂടി ഞാൻ പാടിയിട്ടേ മിക്സ് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടാണ് യേശുദാസ് പോയത്. അദ്ദേഹത്തിന് എന്തോ സ്വപ്നങ്ങളെ വീണിറങ്ങൂ, മോഹങ്ങളെ ഇനി ഉറങ്ങൂ എന്നുള്ള പാട്ട് പാടിയത് മതിയായില്ല. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരാം, ഞാൻ ഒന്നുകൂടി പാടിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഉച്ച കഴിഞ്ഞ് ഒരു തവണ കൂടി യേശുദാസ് പാടി. ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ഗുണസിംഗ് ആലപിച്ച ഒരു നീണ്ട ബിറ്റുണ്ട് ഫ്ലൂട്ടിൻ്റെ. ഗുണസിംഗിനെയും ദർശൻ രാമനെയും അഭിനന്ദിച്ച ശേഷമാണ് യേശുദാസ് മടങ്ങിയത്. ബാലുകിരീത്തിനോട് കാണിച്ച സ്നേഹം ഇനി ഒരിക്കൽ വിശദമായി പറയാനുള്ളതുകൊണ്ടാണ് അത് പറയാത്തത്. ഈ പടത്തിൽ വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പയ്യനാണ് കീബോർഡ് വായിച്ചത്. ദിലീപ് എന്നായിരുന്നു ആ പയ്യൻ്റെ പേര്. പിന്നീട് AR റഹ്മാനായി വളർന്ന ആ പയ്യൻ ഈ പടത്തിൽ 14 വയസ്സുള്ളപ്പോൾ പാടി, അല്ല കീബോർഡ് വായിച്ചു. സ്വപ്നങ്ങളെ വീണിറങ്ങൂ, മോഹങ്ങളെ ഇനി ഇറങ്ങൂ എന്ന തകിലുകൊട്ടാമ്പറത്തിനായി യേശുദാസ് പാടിയ പാട്ട് അദ്ദേഹം മറന്നതേയില്ല. മലയാള സിനിമാ സംഗീതത്തിൻ്റെ 75ാം വാർഷികത്തിന് സംഘാടകർ യേശുദാസ് പാടാനുള്ള പാട്ടുകളുടെ ലിസ്റ്റ് കൊടുത്തു. പക്ഷേ ആ ലിസ്റ്റിൽ ഈ പാട്ടില്ല. എന്നാൽ യേശുദാസ് എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വപ്നങ്ങളെ വീണിറങ്ങൂ എന്നുള്ള പാട്ട് ആ സ്റ്റേജിൽ പാടി. ഓണാഘോഷത്തിന് ഞാനിപ്പോഴും ഓർക്കുന്നു, തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ബാലുകിരീത്തിനെയും ദർശൻ രാമനെയും കുറിച്ച് വിശദമായി പറഞ്ഞ ശേഷം യേശുദാസ് പാടിയ കാഴ്ച ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. യേശുദാസിനോടൊപ്പം ഡഡ ഡാഡി മമ്മ മമ്മി എന്നുള്ള പാട്ടാണ് ബീന പാടിയത്. ഈ ബീന ആര് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ ഇനിഷ്യൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. KS ബീന, നമ്മുടെ പിന്നണി ഗായിക KS ചിത്രയുടെ ചേച്ചിയാണ് KS ബീന. മറ്റുള്ളവരുടെ എല്ലാം ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം നസീർ സാറ് ഡബ്ബിങ്ങിനായി തിരുവല്ലം ചിത്രാഞ്ജലിയിലെത്തി. ബാലൻസ് കൊടുക്കാനുള്ള കാശും വാങ്ങി ഡബ്ബിംഗ് തീർത്ത് കാറിലേക്ക് കയറും മുമ്പ്, ബലു, നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് പോകും. അതിനു മുന്നേ നിർമ്മാതാവിനെയും കൂട്ടി അമൃത ഹോട്ടലിൽ വരാൻ ബാലുകിരീത്തിനോട് നസീർ സാർ ശട്ടം കെട്ടി. പറഞ്ഞതുപോലെ തന്നെ അവർ രാവിലെ ഒരു 8 മണിയായപ്പോൾ റൂമിൽ ചെന്നു. ഒന്നും മടിക്കാതെ പെട്ടി തുറന്ന് 25,000 രൂപ മടക്കി കൊടുത്തു നിർമ്മാതാവിന്. നിങ്ങൾക്ക് ഞാൻ തന്ന ഡേറ്റിൽ നിങ്ങൾ എന്നെ ഉപയോഗിക്കാതെ കുറേ ദിവസങ്ങൾ വിട്ടു. നിങ്ങളെടുക്കാത്ത ആ ഡേറ്റുകൾ ഞാൻ മറ്റൊരാളിന് കൊടുത്തു. ആ കാശ് ന്യായമായി നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ് നസീർ സാർ 25,000 രൂപ തിരിച്ചു കൊടുത്തത്. ആലോചിച്ച് നോക്കൂ, 40-45 വർഷം മുമ്പുള്ള കഥയാണ് പറയണേ. അപ്പോൾ 25,000 രൂപയ്ക്ക് എന്ത് വിലയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഷീല, അടൂർഭാസി, സുകുമാരൻ 3 പേർക്കും 25,000 രൂപ വീതമായിരുന്നു ശമ്പളം. 7 ലക്ഷം രൂപയ്ക്ക് ഈസ്റ്റ്മാൻ കളറിൽ തകിലുകൊട്ടാമ്പുറം ഫസ്റ്റ് കോപ്പിയാക്കി. ഒരു പാട്ടിൻ്റെ ചില വരികൾ സൂര്യോദയ സമയത്ത് കടൽ തീരത്ത് ചിത്രീകരിച്ചാൽ മനോഹരമാകുമെന്ന് ക്യാമറാമാൻ സംവിധായകനോട് പറഞ്ഞു. അങ്ങനെ സംവിധായകൻ നസീർ സാറിനോട് പറഞ്ഞു, മഹാബലിപുരത്ത് 4 മണിക്ക് സാർ എത്തിയാൽ നമുക്ക് പാട്ടിൻ്റെ ചില ഷോട്ടുകൾ എടുക്കാം മദ്രാസിൽ.
4 മണിക്ക് ഞാൻ എത്തണമെങ്കിൽ വീട്ടിൽ നിന്ന് 1 മണിക്ക് ഞാൻ തിരിക്കണം. നടക്കുമോ? ഷൂട്ടിങ് യൂണിറ്റൊക്കെ എത്തുമോ എന്ന് നസീർ സാർ ചോദിച്ചു. നടക്കും സാർ, ഞങ്ങൾ യൂണിറ്റുമായി മഹാബലിപുരത്ത് കടൽ തീരത്ത് എവിടെയെങ്കിലും തന്നെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കാം. സാർ വീട്ടിൽ നിന്ന് വന്നാൽ മതി. മഹാബലിപുരത്ത് തലേന്ന് പോയി റൂമെടുത്ത് താമസിച്ചു. ഷൂട്ടിംഗ് റൂം മൊത്തം. രാവിലെ കുളിച്ച് റെഡിയായി കടൽ തീരത്തെത്തുമ്പോൾ മണി 5 കഴിഞ്ഞു. അപ്പോൾ ബാലുഗിരിത്ത് കാണുന്ന കാഴ്ച, അവിടെ ഫുൾ മേക്കപ്പിൽ നസീർ സാർ ഇവരെ കാത്തിരിക്കുന്നു. തകിലുകൊട്ടാമ്പറം സൂപ്പർ ഹിറ്റായി. ചിത്രം വിതരണത്തിനെടുത്ത മുനവർ ഫിലിംസ് ബാവ പടം ഔട്ട്റൈറ്റ് ആക്കി. കാരണം ഇത് എ സെൻറ്ററിൽ നന്നായിട്ട് ഓടുന്നു, അപ്പോൾ ബിയിലും സിയിലും നന്നായിട്ട് ഓടുമെന്ന് അദ്ദേഹത്തിന് തോന്നി. 8 ലക്ഷം രൂപയ്ക്ക് ഔട്ട്റൈറ്റ് എടുത്തു. 7 ലക്ഷം രൂപയ്ക്ക് തീർത്ത പടമാണ്. അതിൻ്റെ ചെക്ക് നൽകി. ആ ചെക്ക് 7 നിലയിൽ പൊട്ടി ബൗൺസായി. ഈ കാശിൽ അടുത്ത പടം തുടങ്ങാനിരുന്ന നിർമ്മാതാവ് നിരാശനായി. 8 വർഷം കേസ് പറഞ്ഞാണ് 8 ലക്ഷം രൂപ മടക്കി കിട്ടിയത്. മുനവർ ഫിലിംസ് എന്നാണ് വിതരണ കമ്പനി പറ്റിച്ചു എന്നറിഞ്ഞ പ്രേം നസീർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വട്ടിയൂർക്കാവിലെ നിർമ്മാതാവിൻ്റെ വീട് തേടി പിടിച്ച് ചെന്ന് ഒരു പടം പ്ലാൻ ചെയ്തോളൂ, 1 രൂപ എനിക്ക് തരണ്ട, ഫ്രീ ആയി ഞാൻ ചെയ്യാം, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കൂ എന്ന് നസീർ സാർ പറഞ്ഞു. പക്ഷേ ആദ്യ സിനിമയിൽ തന്നെ കിട്ടിയ ചതി തങ്കപ്പനെ പിന്നെ സിനിമ എടുക്കാൻ താല്പര്യം കാണിച്ചില്ല. ആര് ചെയ്യും? നിങ്ങൾ ആലോചിച്ചു. 1 രൂപ എനിക്ക് തരണ്ട. മുനവർ ഫിലിംസ് നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് എനിക്കറിയാം, ഞാൻ ഡേറ്റ് തരാം, നിങ്ങൾ അടുത്തൊരു പടം തുടങ്ങൂ എന്ന് വീട്ടിൽ ചെന്ന് പറയണമെങ്കിൽ അതൊരു നസീർ സാറിന് മാത്രമേ കഴിയൂ. പ്രേം നസീറിൻ്റെ ഒരു ഡേറ്റിനായി വമ്പൻ ബാനറുകളും വമ്പൻ സംവിധായകരും പിറകെ നടക്കുമ്പോൾ ബാലു കുര്യത്ത് എന്ന നവാഗതന് ഡേറ്റ് നൽകിയതിനെപ്പറ്റി പലരും അതിശയം പ്രകടിപ്പിച്ചു. എന്നാൽ കൃത്യതയോടെ നസീർ സാർ പറഞ്ഞത്, ഐ ആം പ്രൗഡ് ഓഫ് യു, ഞാൻ ഡേറ്റ് തന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ബാലുവിൻ്റെ അപ്പൂപ്പനാണ് എനിക്ക് സിനിമയിൽ തുടക്കം കുറിച്ചത്. എൻ്റെ ജീവിതത്തിൽ നിന്നും കുറച്ച് ഡേറ്റ് തരാമോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 തലമുറയിൽപ്പെട്ട ആരും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഞാനൊരു ഡേറ്റ് തന്നാൽ സംവിധായകനായി മാറുന്ന നിങ്ങൾക്ക് ഒരു ജീവിതം കിട്ടും, അപ്പോൾ ഞാനത് ചെയ്യണ്ടേ ബാലു എന്നാണ് ചോദിച്ചത്. ബാലുഗിരിതിൻ്റെ അപ്പൂപ്പൻ വിദ്വാൻ CI ഗോപാലപിള്ള കവടിയാർ പാലസിലെ ട്യൂട്ടറായിരുന്നു. 4 ഭാഷകളിൽ MA കാരൻ, സംസ്കൃതം, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി മലയാളത്തിൻ്റെ. CI പരമേശ്വരൻ പിള്ളയാണെങ്കിൽ നാടക ആചാര്യനും. രാജാ കേശവദാസൻ നാടകത്തിൽ അടിയൻ എന്ന ഒറ്റ വാക്ക് പറയുമ്പോൾ കാണികളുടെ രോമം എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്, നാടകം കണ്ടിട്ടുള്ളവർ പറയുന്നത്. എന്തായാലും ബാലു കുര്യത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം തകിലുകൊട്ടാമ്പറം പല തലങ്ങളിൽ വിജയമായി മാറി. സംവിധായകൻ എന്ന നിലയിൽ ആദ്യ സിനിമ കൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം നേടി. മമ്മൂട്ടിയും മോഹൻലാലും സുകുമാരനും ശ്രീനാഥും അടക്കം പിന്നുള്ള സിനിമകളിൽ അഭിനയിച്ചുവെങ്കിലും തൻ്റെ സ്ഥാനം നിലനിർത്താനാവാതെ പോയി ബാലു കുര്യത്തിന്. അതിന് ഒരു കുറ്റവാളിയേ ഉള്ളൂ, അത് ബാലു കുര്യത്ത് തന്നെ എന്ന് ഞാൻ പറയും. സിനിമകളെ ലാഘവത്തോടെ കണ്ടു. ഒരേ സമയം പല സിനിമകൾ ചെയ്ത് പരാജിതനായി. 12 വർഷത്തിന് ശേഷം വെണ്ടർ ഡാനിയലിലൂടെ 2ാം ജന്മം കിട്ടിയപ്പോഴും അവസരങ്ങളെ നന്നായി ഉപയോഗിച്ചില്ല. പിന്നെയും വീണു. അതോടെ സിനിമയും നിർത്തി. ഒരുപക്ഷേ ടൈറ്റാനിയത്തിൽ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടി സീരിയസ് ആയി അദ്ദേഹം സിനിമകളെ കണ്ടേനെ. ഇതൊരു സ്ഥിര വരുമാനമുണ്ടല്ലോ. ഇപ്പോൾ സ്വസ്ഥമായി സന്തോഷമായി അല്പം രാഷ്ട്രീയം, അല്പം സംഘടനാ പ്രവർത്തനം, മക്കൾ, ചെറുമക്കൾ എല്ലാവരുമായി അദ്ദേഹം ജീവിതം ആഘോഷിക്കുന്നു. പ്രിയപ്പെട്ട ബാലുച്ചേട്ടനോടൊപ്പം വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസി എന്ന ഒരു സിനിമയിലേ സഹകരിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ എൻ്റെ മാനസ ഗുരുവായി തന്നെയാണ് കാണുന്നത്. സ്വപ്നങ്ങളെ വീണിറങ്ങൂ, മോഹങ്ങളെ ഇനിയിറങ്ങും എന്നുള്ള ഒരൊറ്റ പാട്ട് മതി ബാലു കുര്യത്ത് എന്ന ഗാനരചയിതാവിനെ മലയാളി ഓർക്കാൻ.
ബാലുച്ചേട്ടനെ കുറിച്ച് ഒരുപാട് കഥകൾ ഇനിയും എൻ്റെ കൈവശമുണ്ട് പറയാൻ. അതൊക്കെ പിന്നെ ഒരിക്കൽ പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചിത്രത്തിന് പിന്നിൽ എന്നുള്ള സെഗ്മെൻറ്റിൽ ബാലു കിരിയത്ത്, ദർശൻ രാമൻ, ബീന, നിർമ്മാതാവ് തങ്കപ്പൻ എന്നിവർ നിൽക്കുന്ന ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബാലുച്ചേട്ടൻ്റെ ആയുസ്സിന് ആരോഗ്യത്തിനുമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.